ആൻസി, ഇനിയെങ്കിലും ഞാനത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. നമുക്കെല്ലാം നിർത്താം. എല്ലാ കഥകളിലും അല്ലെങ്കിലും പെണ്ണുങ്ങളാവില്ലേ? ഇവിടെ ഇപ്പം അഭിചേട്ടൻ. അല്ല, എനിക്ക് അറിയത്തില്ല, എനിക്കത് പറഞ്ഞു തരണം. ഞാൻ ഇനി എന്തോ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. കുഴപ്പമില്ല. അഭിചേട്ടൻ ഇപ്പം പിന്നെ വണ്ണമൊക്കെ കുറഞ്ഞപ്പം ഇപ്പം ഞാനൊക്കെ കുറച്ചിലായി കാണുമല്ലേ? ഇത്രയും പ്രാസം പറയുന്ന ഒരാളെ അഭിചേട്ടന് വേണ്ട. അതുകൊണ്ടൊന്നുമില്ല ആൻസി. പിന്നെ നിന്റെ തലയ്ക്ക് നല്ല ഓളാണ് മോളെ. നീ ചികിത്സക്ക് നീ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കില്ല പ്ലീസ്. അതിനുവേണ്ടി മാത്രം എന്താ തെറ്റാ ഞാൻ നിങ്ങളോട് ചെയ്യാതിരുന്നേ? ഇതാണ് ഞാൻ പറഞ്ഞത്. എനിക്കൊന്ന് മാനസിക പ്രശ്നമുണ്ടെന്ന്. ബണ്ണ് കണക്കിരുന്ന നിങ്ങളെ ഗണ്ണ് കണക്കാക്കിയതാണോ ഞാൻ ചെയ്ത തെറ്റ്? ടെൽ മീ ട്രൂത്ത്. പെട്ടെന്ന് കിടത്തിയിട്ടല്ലടി വെടലമുറി ഒരാളുടെ വണ്ണം കുറയ്ക്കണേ. എനിക്കറിയാൻ പാടില്ല ചോദിക്കണേ. കണ്ടെന്ന പോലെ നീ എന്നോട് പറഞ്ഞ മുടി വളർത്താൻ. നീ ഒരേപോലെ മുടി വളർത്തിയിട്ട് താടി ഞാൻ പഠിച്ചു കളയണം. നാട്ടുകാർ തെറി പറയാതിരിക്കാൻ വേണ്ടി മാത്രമേ താടി പഠിക്കാത്ത. അതിൽ കഴിഞ്ഞെല്ലാം തീർന്നല്ലോ. ഇട്ട ഷർട്ട് നോക്കും ഒരേപോലെ തന്നെ. നമ്മൾ കാമുകിക്കാൻ പറയണോ അതോ ഇരട്ടകളാണ് മരവേണ്ടേ? കുറ്റം പറയുന്നവർ കുറ്റം പറയും. ഇൻഡിഗോ പെയിന്റ് മിന്നിക്കൊണ്ടേയിരിക്കും. ഇതാടി മെനകെട്ടവളെ, ഞാൻ പറഞ്ഞ നിനക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന്. അഭിചേട്ടൻ ഇപ്പൊ ഒരു ടാറ്റു അടിച്ച് തീരാവുന്ന പ്രശ്നങ്ങൾ അഭിചേട്ടനുള്ളൂ. എന്റെ ഈ അഞ്ചർമല്ല കൈത്തണ്ടയിൽ നിന്റെ പേരടിക്കാം. നിന്റെ തന്തയും കൂടി പേരടിക്കണതിനാ. ഫുൾ നെയിം നിന്റെ എന്താ PS ലിസ്റ്റിൽ നിന്റെ പേര് വന്ന? ശരി, എന്റെ അച്ഛന്റെ പേര് നിങ്ങൾ ഇടണ്ട. പക്ഷെ നിങ്ങളുടെ വണ്ടിയുടെ മുകളിൽ ആൻസർ ടുട്ടുമണി ഒന്നും ഇടാമല്ലോ. ആ പാഷംപറോയിൽ ഞാൻ പോകുമ്പോഴേ എന്റെ തൊലി ഉരിഞ്ഞ് കാറ്റത്ത് പറക്കും. അല്ലെങ്കിൽ ഞാനത് പേരിട്ടാണ്. അഭിചേട്ടൻ അങ്ങനെ വണ്ടി പറക്കുന്ന കാണാനല്ല എനിക്കിഷ്ടം. അഭിചേട്ടൻ എനിക്ക് ഉടലോടെ മേപ്പോട്ട് പറത്തണം. അങ്ങനെ പറന്ന് നീ മേപ്പോട്ടെത്തുമ്പം എനിക്ക് നിന്നെ തുപ്പിത്തറയിടണം. അങ്ങനെ നീ പറക്കണം. പറക്കാം എന്താ